ഹലോ ഗായ്സ്, രാവിലെ കുറച്ച് ലേറ്റായാണ് എണീറ്റത്. എഴുന്നേക്കാനേ തോന്നുന്നില്ല. ഇവിടെ നല്ല തണുപ്പാണ്. തണുപ്പത്ത് മൂടി പൊതിച്ച് കിടക്കാനാണ് തോന്നുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അരുണാചൽ പ്രദേശിലെ ആർമി ക്വാർട്ടേഴ്സിലാണ്. ഉടനെ ബെഡ്ഷീറ്റൊക്കെ കുടഞ്ഞു വിരിച്ച് നേരെ കണ്ണാടിയുടെ മുന്നിലേക്ക് പോയി മുടി കെട്ടിയതിന് ശേഷം പല്ല് തേക്കാനായിട്ട് പോയി. പല്ല് തേക്കുന്നതാണ് ടാസ്ക്. ഇവിടുത്തെ വെള്ളത്തിന് നല്ല തണുപ്പാണ്. നമുക്ക് മുഖത്തൊഴിക്കാൻ പോലും പറ്റത്തില്ല, അതുപോലെ തണുപ്പാണ്. ഞാൻ ചൂടുവെള്ളം തണുത്ത വെള്ളം കൂടെ മിക്സ് ചെയ്താണ് മുഖത്തൊഴിക്കുന്നത്. പല്ലൊക്കെ തേച്ച് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ നല്ല വെയിൽ. ഇവിടെ അങ്ങനെ വെയിലൊന്നും വരാറില്ല. 2-3 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവിടെ വെയിൽ വരുന്നത്. അങ്ങനെ കുറച്ചു നേരം വെയിലത്തിരുന്നു. കൊണ്ടതിന് ശേഷം ഒരു ചായ കുടിക്കാൻ തോന്നി. അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് കയറി ചായ ഇട്ടതിന് ശേഷം ഞാൻ വെളിയിലേക്ക് പോയാണ് ചായ കുടിക്കുന്നത്. ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ നേരെ അടുക്കളയിലേക്ക് കയറി. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ദോശയും ചമ്മന്തിയുമാണ്. ഹസ്ബൻഡ് വരാൻ ടൈമായി. നല്ല തണുപ്പായതുകൊണ്ട് ദോശമാവ് പൊന്തി വരാൻ നല്ല താമസമാണ്. ഞാൻ 2-3 ദിവസം മുന്നേ ദോശമാവ് അരച്ചു വെക്കും, എന്നാലേ ഇവിടെ പുളിച്ച് പൊങ്ങുകയുള്ളൂ. ഹസ്ബൻഡ് വന്ന് കഴിച്ചിട്ട് പോയ ശേഷം ഞാൻ എൻ്റെ പരിപാടികളിലേക്ക് പോയി. ഇവിടെ എല്ലാം തൂത്തുവാരുവാണ്. ഇവിടെ അങ്ങും അഴുക്കുകളൊന്നുമില്ല, മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ അങ്ങും ഒരു ഇലകൾ പോലും വീഴാറില്ല. എന്നാലും രാവിലെ എന്നും തൂത്തുവാരും. ഞാനിവിടെ കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. അതിൽ പൂവുകളൊക്കെ വരാൻ തുടങ്ങി. അത് കാണുമ്പോൾ ഒരു സന്തോഷം. ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ പോവാണ്. ഒരു സിമ്പിൾ രീതിയിലുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുകയും ചെയ്യും. കുറച്ച് പച്ചക്കറി ഇവിടെ കിടപ്പുണ്ടായിരുന്നു. ഇന്ന് ബിരിയാണി വെച്ചാലോ എന്ന് തോന്നി. അങ്ങനെ ഞാൻ സിമ്പിൾ രീതിയിൽ ഒരു ബിരിയാണിയാണ് വെക്കുന്നത്. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് അടുക്കളയിൽ നിൽക്കാനേ തോന്നത്തില്ല. അതുകൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ജോലി കഴിയാനായിട്ട് ഇതാണ് നല്ലതെന്ന് തോന്നി. ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കിന് ഇവിടുത്തെ ക്ലൈമറ്റ് ഇതാണ്. പിന്നെ നല്ല കാറ്റാണ്, തുണിയൊന്നും ഉണങ്ങത്തില്ല, നല്ല തണുപ്പുമാണ്. വെളിയിലോട്ടൊന്നും ഇറങ്ങാനേ തോന്നത്തില്ല. നമുക്ക് സെറ്ററില്ലാതെ ഇറങ്ങാനും പറ്റത്തില്ല, അതുപോലെ നല്ല തണുപ്പാണ്, മൂടിക്കിടക്കും. ഇതായിരുന്നു ബോറടിച്ചപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ് നമുക്ക് നടക്കാൻ പോകാമെന്ന്. നമ്മുടെ കോട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു നദി കാണാം. ആ നദീ തീരത്തോട്ടാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. ഇവിടെ ഒരുപാട് ആളുകൾ വന്നിരിക്കാറുണ്ട്. ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്തുമ്പോൾ കൂടുതലും പേര് ഇവിടെയാണ് നടത്തുന്നത്. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഇവിടെ 4 മണിയാകുമ്പോഴത്തേക്കും നേരം വെളുക്കും. നമ്മുടെ നാട്ടിലെ 10 മണിക്കത്തെ വെളിച്ചമില്ലേ, ആ വെളിച്ചമാണ് ഇവിടെ 4 മണിക്ക് വരുന്നത്. ഞാൻ ആദ്യമൊക്കെ ഓർക്കും ഇതെന്താ ഇങ്ങനെ. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു, ഇവിടെ എന്താ നേരത്തെ നേരം വെളുക്കുന്നത്, എനിക്കത് അറിയത്തില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയുക, എടി അരുണാചൽ പ്രദേശാണ് ആദ്യമേ സൂര്യൻ ഉദിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നേരത്തെ ഇരുട്ടുകയും ചെയ്യും. ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് 4 മണിയാകുമ്പോഴത്തേക്കിന് ഇരുട്ട് വീഴും. ഞങ്ങളങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് പിന്നെ നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. ഡ്യൂട്ടിക്ക് പോകുന്ന സമയമായതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. പിന്നെ നമുക്കൊരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് ഞാൻ പറഞ്ഞു. പട്ടാളത്തിൻ്റെ കഫേ കയറി ഞങ്ങൾ ചൂട് ചായയും പപ്സും ഓർഡർ ചെയ്തു. ഈ തണുപ്പത്ത് ചൂട് ചായയും ചൂട് പപ്സും തിന്നാൻ എന്താ ടേസ്റ്റ്. ഇവിടുത്തെ പപ്സിന് നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് കഴിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ചായയും പപ്സും ഒക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.